എംബ്രോയിഡറി കുർത്തീസിനകത്ത് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമൻ സിൽക്കിലേക്കാട്ടോ. നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യമായിട്ട് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിലേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നതാണ് നമ്മൾ സ്ലബ് സിൽക്കിനെക്കാട്ടിലും. പിന്നെ കുറച്ചുകൂടെ ഒരു ഫ്ലോയി ആയിട്ടുള്ള ഒരു വിസ്കസ് നേച്ചറിലേക്കാണ് ഇതിന്റെ മെറ്റീരിയൽ കിടക്കുന്നത്. സിൽക്കി ഫിനിഷിങ്ങും വന്നു. അപ്പോൾ ഇതിന്റെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് കുർത്തീസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത ഫ്ലോറിസ്റ്റ ബ്രാൻഡിലേക്കായിരുന്നു. എംബ്രോയിഡറിക്കൊക്കെ കുറച്ചും കൂടെ നല്ലൊരു പ്രീമിയം ഒരു ഫീൽ വരുന്ന നല്ലൊരു 3D ഫിനിഷിംഗ് വരുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഫ്രണ്ടിലേക്കായിട്ട് ഇവിടേക്കായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ടോട്ടൽ ഒരു 6 പാനൽസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എയർലൈൻ കട്ടിങ് വന്നേക്കുന്നത്, സ്ലിറ്റ് ഇല്ല. താഴേക്കായിട്ട് ഒരു അംബർല കട്ടിങ്ങിലേക്കും കൂടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പീച്ച് കളർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് മെറൂൺ കളറിലേക്കാട്ടോ. അപ്പോൾ ഇതിന്റെ എംബ്രോയിഡറി ആണെങ്കിൽ നല്ല തിക്കായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാം തന്നെ ഒരു ഡബിൾ ലെയറിലേക്കുണ്ട്. അതായത് ഉള്ളിലേക്കായിട്ട് പൂവിന് ഒരു ഇന്നറും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ഔട്ടറും വന്നിട്ടുണ്ട്. ലീഫൊക്കെ ആണെങ്കിലും നല്ല തിക്ക് എംബ്രോയിഡറി ആട്ടോ. മെറൂൺ കളറിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ അതിന് യൂസ് ചെയ്തേക്കുന്നത്. 48 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 പാനൽസ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഈ 3 പാനൽസ് വരുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറുതായിട്ടെങ്കിലും സ്റ്റിച്ചിങ് മെഷീൻ യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് ടക്ക് ഇടാൻ വേണ്ടി നമുക്ക് ബാക്ക് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പം നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ആക്കാൻ പറ്റും കേട്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേൺ കട്ടിങ് ആകുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേപ്പ് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ. കുറച്ചിപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എംബ്രോയിഡറി കോമ്പിനേഷനായിട്ട് പിങ്കും പീച്ചും എല്ലാ കളേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മൾ കൊണ്ടിരിക്കുന്നത് 899. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മൾ നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലേക്കാട്ടോ. നമ്മളൊരു അക്വാ ഗ്രീനും ഒരു പേസ്റ്റൽ ഗ്രീനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് ഒരു അക്വാ ബ്ലൂവും കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും തിക്കായിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി ആട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് സപ്പോർട്ടും കൂടി ഇതിലുണ്ടായിരിക്കുന്നതാണ്.